LDFിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി പാലക്കാട് എത്രത്തോളം വിജയമാണ്? പ്രത്യേകിച്ച് നിങ്ങൾ നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട കള്ളപ്പടാരോപണം കൊണ്ടുവന്നു, അതിൽ നമുക്ക് പിന്മാറേണ്ടി വന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്ദീപ് വാര്യര് CPM-നെ കൈകൊടുക്കാതെ കോൺഗ്രസിലേക്ക് പോയി. അപ്പം ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളത് കേവലം ഒരു പ്രചാരണ വാചകം മാത്രമാണോ, വാസ്തവമാണോ? ആർക്ക് ആത്മവിശ്വാസം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ്. സന്ദീപ് വാര്യരുടെ കൂറുമാറ്റങ്ങളൊന്നും, അല്ലെങ്കിൽ അദ്ദേഹം BJP-യിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സായി എന്നുള്ളത് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ബഹുജന മുന്നേറ്റത്തെ ബാധിക്കുന്നതല്ല. സന്ദീപ് വാര്യർ തന്നെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായി. ഞാനിവിടെ വന്നിരിക്കേണ്ടി വന്നത്, ഈ ത്രിവർണ ഷാളുമടിഞ്ഞ് ഇരിക്കേണ്ടി വന്നത് സുരേന്ദ്രനും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും എടുത്ത നിലപാടിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പിന്നീട് രാജിവെച്ച് വന്നതിന് ശേഷം പ്രത്യയശാസ്ത്രപരമായ മാറ്റമാണ് എന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനം BJP കേന്ദ്രത്തിൽ നിന്നുള്ള അദ്ദേഹത്തിനുണ്ടായ പീഡനമാണ് ഈ രാജിക്ക് കാരണമായതെന്ന് പറയുമ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് എത്രത്തോളം അദ്ദേഹത്തിന് മാറാൻ കഴിയുമെന്നുള്ളത് ഭാവി പ്രവർത്തനങ്ങൾ തെളിയിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ക്ലാരിഫൈ ചെയ്യാനോ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യക്തമാക്കാനോ ആരും സന്നദ്ധമാവുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. സന്ദീപ് വാര്യർ തന്നെയാണ് പറഞ്ഞത്, സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെയും നിലപാടാണ് ഈ മൂവർണ്ണ ഷോളുമടിഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് അദ്ദേഹമാണ് പറഞ്ഞത്. പിന്നീടാണ് അദ്ദേഹം പ്രത്യയശാസ്ത്രവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാമാണ് എന്നുള്ളത് ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് നല്ല നിലയിൽ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പാണക്കാട് സന്ദർശനവും ഇതെല്ലാം എന്താണ് ഇതിൻ്റെ അകത്ത് ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ജനങ്ങൾക്ക് നല്ല നിലയിൽ ബോധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ധാരണ. മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയോടാണ് ലീഗിനെ കമ്പയർ ചെയ്തത്. അപ്പോൾ ഇത് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ CPM-ൽ പോകുന്നുള്ള ഭയമാണോ? ഇതിൽ നമ്മൾ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ് ഇതിനകത്ത്. അങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും യോജിപ്പിച്ച് UDF-ന് അനുകൂലമായി അണിനിർത്തി. ഇത് കേരളം കണ്ടതല്ലേ? SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദത്തിന് വാദമുയർത്തി നിൽക്കുന്ന ഒരു ഭീകര സംഘടനകളാണ്. RSS സംഘപരിവാർ ശക്തികളും മതരാഷ്ട്രവാദത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന SDP-യെയും ജമാഅത്തുമായി സഹകരിച്ച് മതനിരപേക്ഷ നിലപാടിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. ഈ നിലപാടിൽ നിന്നാണ് നിലപാടാണ് ലീഗ് നേതൃത്വം മാറ്റം വരുത്തേണ്ടത്. ലീഗ് നേതൃത്വം സ്വീകരിക്കുന്ന ഈ സമീപനത്തെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിമർശിച്ചത്. അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് മതപരമായ വികാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ലീഗിലെ ഒരു വിഭാഗം ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ജമാഅത്തും SDP-യും UDF-ന് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് ഇത് ഒരു മതനിരപേക്ഷ നിലപാടുകളെ എത്രത്തോളം ദുർബലപ്പെടുത്താൻ കഴിയുമോ അതിന് മാത്രമേ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് സഹായകരമാവുകയുള്ളൂ. ഇത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കെ സുധാകരൻ്റെ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് പല ഘട്ടത്തിലും. RSS ക്യാമ്പിന് സംരക്ഷണം കൊടുത്തത് ധീരതയാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കിയല്ലോ. യഥാർത്ഥത്തിൽ ഈ നിലപാടിനോട് ഈ സമീപനത്തോട് കോൺഗ്രസിൻ്റെ നിലപാടെന്താ? കോൺഗ്രസ് ഈ നിലപാട് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? അപ്പം ബാബറി മസ്ജിദ് സുധാകരനൊരു പ്രശ്നമായിരിക്കില്ല. ബാബറി മസ്ജിദ് തകർച്ചയെ തുടർന്ന് മതനിരപേക്ഷ നിലപാടെടുക്കുന്ന ജനങ്ങളിൽ വലിയ തോതിലുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണക്കാൻ പറ്റിയിട്ടില്ല. ആ സാഹചര്യം നിലനിൽക്കേണ്ട ആ സംഭവത്തിൻ്റെ പേരിൽ എത്ര നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യക്കകത്ത് സൃഷ്ടിച്ചില്ലേ? അപ്പോൾ ഇത്തരം നിലപാടുകൾ
ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അത് എത്ര കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞാൽ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ബാബറി മസ്ജിദ് തകർത്ത ആ ഘട്ടത്തിൽ കോൺഗ്രസ് അല്ലേ ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തിലുള്ളത്. കോൺഗ്രസ്സിന് ഏതെങ്കിലും തരത്തിൽ അന്ന് ഉറച്ച നിലപാടെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മസ്ജിദ് സംരക്ഷിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് ഇടവരുത്തിയിട്ടുള്ളത്. അതിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് സുധാകർ ഇപ്പോഴും തുടരുന്നത് എന്നുള്ളത് ഖേദകരമാണ്. അത്തരമൊരു സമീപനത്തിലേക്ക് പോകാൻ പാടില്ല. ഉണ്ടായ തെറ്റായി കണ്ട് മതനിരപേക്ഷ നിലപാട് ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. അതാണ് നിലപാടെടുക്കേണ്ടത്.